പക്ഷേ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് MLA ആണ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാണ്. അപ്പോൾ ഒരുപാട് പദവികൾ വഹിക്കുന്നു, ജനങ്ങൾക്കിടയിൽ അത്യാവശ്യം നല്ല ഇമേജൊക്കെ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനാണ്. രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുവരവും അത്ര പെട്ടെന്നൊന്നുമല്ല, പടിപ്പടിയായിട്ട് കടന്നു വന്ന ഒരാളാണ്. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ഇപ്പോൾ കേൾക്കുന്ന വാക്കുകളൊന്നും അത്ര നല്ല രീതിയിലല്ല. ഒരുപാട് സ്ത്രീകൾ രംഗത്ത് വരുന്നുണ്ട്, ഗർഭചിത്രം വരെ നടത്തി എന്നാണ് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ. പക്ഷേ ഇതെല്ലാം തള്ളിക്കൊണ്ട് രാഹുൽ പറയുന്നു, എനിക്കെതിരെ ആരും പരാതി തന്നിട്ടില്ല, അങ്ങനെ ആരെങ്കിലും പരാതി തന്നെ നിങ്ങൾക്ക് വേണമെങ്കിലും ഇങ്ങനെ ഒരു കേസ് കെട്ടിച്ചമച്ചെടുത്തൂടെ, എനിക്കെതിരെ ആരൊക്കെയോ ചേർന്ന് കെട്ടിച്ചമച്ചതാണ് ഇതൊക്കെ. എന്നിട്ടും ധൈര്യമായി നിന്ന് മെഴുകുന്നതല്ലാതെ ഇതിനെതിരെ പരാതി കൊടുക്കുമെന്നോ അല്ലെങ്കിൽ പറഞ്ഞ ആളിനോട് പരാതി കൊടുക്കാൻ ധൈര്യം, ഇതൊന്നുമല്ല രാഹുൽ ചോദിക്കുന്നത്. ഇപ്പോഴത്തെ പ്രശ്നത്തെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് അതിനെ നിസ്സാരവൽക്കരിക്കുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടം എന്താണ് ഉദ്ദേശിക്കുന്നത്? കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളാണ് എന്നാണോ? അല്ല, രാഹുൽ ചോദിച്ചൊരു ചോദ്യം ഈ വിഷയത്തിൽ വളരെ പ്രധാനമാണ്. ഈ ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധത്തിൽ ആർക്കാണ് പരാതിപ്പെടാൻ നിയമപ്രകാരം അവകാശമുള്ളത്? സ്ത്രീക്കാണ്. അത് സ്ത്രീക്കാവാം, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്നുകിൽ സ്ത്രീക്കെതിരെ പുരുഷന് പരാതിപ്പെടാം, പുരുഷനെതിരെ സ്ത്രീക്കും പരാതിപ്പെടാം. നാട്ടുകാർക്ക് എന്ത് കാര്യം? ഉദാഹരണത്തിന് ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് യാത്ര ചെയ്യാൻ, എവിടെയെങ്കിലും പോയി താമസിക്കാൻ, അന്തിയുറങ്ങാൻ, മുറിയെടുക്കാൻ ഒക്കെ നിയമത്തിൻ്റെ പരിരക്ഷയുണ്ട് നമ്മുടെ രാജ്യത്ത്. പരസ്യമായി ഈ ശാരീരിക ബന്ധം സൂക്ഷിക്കുമ്പോൾ അവർ മറ്റൊരാളുടെ ഭാര്യയാവട്ടെ ഭർത്താവാവട്ടെ ആരാവട്ടെ, അതിനൊക്കെ നിയമപരിരക്ഷയുള്ള ഒരു രാജ്യത്ത് നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്യാത്ത കാലത്തോളം അതിനെ രാഷ്ട്രീയമായ ആവശ്യങ്ങൾക്ക് വേണ്ടി അതൊരു കുറ്റമായി ഉയർത്തിക്കാണിക്കുന്നത് ശരിയാണോ എന്ന ചോദ്യം പ്രസക്തമാണ്. പക്ഷേ ഇപ്പോൾ വന്നിടത്തോളം രാഹുൽ പറഞ്ഞത് ആരെങ്കിലും പരാതിപ്പെട്ടിട്ടുണ്ടോ? ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ഉള്ളതുകൊണ്ടാണല്ലോ ഇപ്പോൾ ആളുകൾ ചർച്ച ചെയ്തത്. അത് പരാതിപ്പെടാൻ ആ കുട്ടി റിനി, എന്താണ് അവരുടെ പേര്? റിനി ആൻ ജോർജ്. അവരെ എനിക്ക് തോന്നുന്നത് സമ്മതിക്കണം, അവരെ അഭിനന്ദിക്കണം. അതിൻ്റെ കാരണം അവർ വളരെ പക്വമായി, എന്നാൽ പറയേണ്ടത് മുഴുവൻ പറയാൻ പാടില്ലാത്തത് പറയാതെ വളരെ സമർത്ഥമായും ആണ് ആ കേസ്, വളരെ സൗമ്യമായും സമർത്ഥമായുമാണ് ആ കേസ് കൈകാര്യം ചെയ്തത്. അവർ പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒന്ന്, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഉയർന്നു വന്ന ഈ ആരോപണങ്ങളുടെ യഥാർത്ഥ നഷ്ടം രാഹുലിന് മാത്രമല്ല, രാഹുൽ എന്ന വ്യക്തി, ഒരു യുവാവ്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി തീർച്ചയായിട്ടും അപകടത്തിലാണ്. എന്തുകൊണ്ടെന്നാൽ കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ മനസാക്ഷിയും സാംസ്കാരിക ബോധവും അവിടെയാണ് നിൽക്കുന്നത്, നമ്മൾ പടിഞ്ഞാറൻ ലോകത്തല്ല. അതുകൊണ്ട് ഇവിടുത്തെ ഒരു മനസാക്ഷിയുടെ പൊതു പ്രശ്നം എന്താ? ഈ സ്ത്രീ പുരുഷ ബന്ധങ്ങളെ വളരെ യാഥാസ്ഥികമായിട്ടാണ് നമ്മൾ കാണുന്നത്. അതിന് ഉദാരമായൊരു സമീപനമില്ല. വളരെ അടഞ്ഞ കുടുംബ ബന്ധങ്ങളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ കാണുന്നത്. അതാണ് അതിൻ്റെ സെൻറ്റിമെൻറ്റ്സാണ് നമ്മുടെ വോട്ട് ബാങ്ക്. കേരള രാഷ്ട്രീയത്തിൽ എന്നും രാഷ്ട്രീയത്തിലൊരു പ്രധാനപ്പെട്ട വിഷയം സ്ത്രീ വിഷയങ്ങളാണ്. രണ്ട് തരത്തിൽ. ഒന്ന്, ഒരു നേതാവിനെ ഒതുക്കണമെന്ന് തോന്നിയാൽ ഒരു സ്ത്രീ പ്രശ്നം കൊണ്ടുവരാം. ഒരു പ്രശ്നത്തെ, ഇപ്പോൾ രാഹുൽ തന്നെ പറഞ്ഞ പോലെ ഗുരുതരമായ മറ്റു പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ വഴിതിരിച്ചു വിടാൻ ഒരു പൈങ്കിളി പെൺ പ്രശ്നം മതി. ആ ഒരു സമീപനം കേരളത്തിലുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? കേരളത്തിലെ ഈ സദാചാര വാദികളായ യാഥാസ്ഥിക സമൂഹത്തിൻ്റെ വോട്ട് ബാങ്കാണ് കേരളത്തിലെ എല്ലാ പാർട്ടികളുടെയും ബലം. രാഹുൽ പറഞ്ഞതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ട കാര്യം, രാഹുൽ പറഞ്ഞതിനകത്തുണ്ട്, ഈ കുട്ടി പറഞ്ഞതിലുണ്ട്. ഈ കുട്ടി പറഞ്ഞല്ലോ, റിനി ആൻ ജോർജ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ എത്രയോ കാലം, ഇത് സത്യത്തിൽ ഒരാണും പെണ്ണും തമ്മിൽ തീർക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ ഒരുപാട് തവണ നേരിട്ട് അവനെ കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ അവൻ എന്നെ വെല്ലുവിളിക്കുകയാണ്. എന്നെ മാത്രമല്ല, ഇവൻ കേട്ടിടത്തോളം ഇവൻ നാട്ടിലുള്ള ഒരുപാട് പെൺകുട്ടികളോട് ഇങ്ങനെ പെരുമാറുന്നു. എന്നിട്ട് അവരെ ഒന്നാലോചിച്ച് നോക്കൂ, ഒരു ആത്മബന്ധം, ഒരു ഇൻറ്റിമസി രൂപപ്പെട്ട് കഴിഞ്ഞാൽ അവരൊരുമിച്ച് ജീവിതം പങ്കിടുന്നു, മീൻസ് ഒരുമിച്ച് വികാര വിചാരങ്ങൾ പങ്കിടുന്നു, അതിനകത്തൊരു കുഞ്ഞുണ്ടാവുന്നു. എന്നിട്ട് പോലും ആ പെൺകുട്ടിയോട് പിന്നെ പെരുമാറുന്ന ഭാഷയാണ്, ആ വോയിസും. അത് രാഹുൽ പറയട്ടെ, അത് അദ്ദേഹം തെളിയിക്കട്ടെ. ഞാൻ പറയുന്നത് നമ്മളത് കേട്ടിട്ട് രാഹുലിൻ്റേതെല്ലാം തോന്നിയിട്ടില്ല. രാഹുലിൻ്റെ ശബ്ദമാണ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു പെൺകുട്ടി പൊട്ടിത്തെറിക്കുന്നത് സ്വാഭാവികമാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ പെൺകുട്ടികളോടുകൂടി മോശമായിട്ട് പെരുമാറുക. അപ്പോൾ എന്നിട്ട് ഈ കുട്ടിയോട്, ഇപ്പോൾ റിനിയോട് ചോദിച്ചു അത്രേ, എത്ര പെൺകേസുകൾ വന്നു, പീഡന കേസുകൾ വന്നു, എന്നിട്ട് എന്തായി, ഹൂ കെയേഴ്സ് എന്ന് ചോദിക്കുന്നില്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇതിലെല്ലാവരും ഈ കേസിൽ പ്രതികളാണ്. ഒന്ന്,
രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവനേതാവിനെ ഇത്രത്തോളം അംഗീകാരം കൊടുത്ത് വളർത്തിയ ഘട്ടത്തിലൊക്കെ ഇത്തരം പരാതികൾ പെൺകുട്ടികളുടെ ഭാഗത്തു നിന്ന് പാർട്ടിക്കകത്ത് തന്നെ വന്നിരുന്നെങ്കിൽ അവനെ പിന്നെയും വളർത്തിയ കുറ്റം, അത് പരിഗണിക്കാത്ത കുറ്റം, അത് കെയർ ചെയ്യാത്ത കുറ്റം, അത് ആരുടേതാണ്? ഷാഫി പറമ്പിലും വി ഡി സതീശനും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വത്തിൻ്റെതാണ്. ഒന്ന്. രണ്ടാമത്തെ കുറ്റം, ഇവൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ടല്ലോ, കേരളത്തിൽ എത്ര സ്ത്രീ പീഡന കേസ് വന്നു? അത് കോൺഗ്രസിനകത്ത് മാത്രമല്ല, കേരളത്തിലെ എല്ലാ പാർട്ടികളിലും വന്നിട്ട് എന്തായി? ആലോചിച്ച് നോക്കൂ. അപ്പോൾ അപ്പുറത്ത് ചൂണ്ടിക്കാണിക്കാൻ ഇവർക്ക് ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ ഇതിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഈ വാർത്ത ആഘോഷിക്കുന്ന ഇടതുപക്ഷം സി പി എമ്മിനകത്ത് ഞങ്ങളുടെയൊക്കെ ഓർമ്മയിൽ ഒരു 10-40 കൊല്ലത്തെ ഓർമ്മയിൽ എത്ര സ്ത്രീ പീഡന കേസുകളാണ് ഉയർന്നു വന്നത്. കാസർഗോട്ട് ഒരു MLA മോളെ മറ്റൊരു യുവനേതാവ്, ഇപ്പോഴത്തെ യുവനേതാവല്ല, ഇപ്പോൾ അദ്ദേഹം വലിയ മുതിർന്ന നേതാവാണ്, അത്തരം കേസുകൾ വന്നു. കേരളത്തിലെ പ്രമുഖരായ നേതാക്കന്മാർ, ഇപ്പോൾ തോമസ് ഐസക്കിനെതിരായി, MA ബേബിക്കെതിരായി, TN സീമക്കെതിരായി, പണ്ട് ഈ നമ്മുടെ കണ്ണൂരിലെ മുൻ ആരോഗ്യമന്ത്രിയില്ലേ ശ്രീമതി ടീച്ചർക്കെതിരായി ഒക്കെ ആരോപണങ്ങൾ വന്നതല്ലേ. ഇവിടെ കേരളത്തിൽ ആരെക്കുറിച്ചാണ് വരാത്തത്? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആരെക്കുറിച്ചൊക്കെ. അപ്പോൾ CPM-നകത്ത് ധാരാളം. ഇനി ഈ സംഭവം ഇവർ മാത്രം പ്രതിയല്ല. ഇപ്പോൾ ഇന്നത്തെ ഒരു വലിയ യുവനേതാവായി വളർന്നു വന്ന വലിയ സൈദ്ധാന്തികനായ ദേശാഭിമാനിയൊക്കെ തലപ്പത്തിരിക്കുന്ന ഒരു നേതാവിനെതിരായി ഞങ്ങളുടെ മലപ്പുറം ജില്ലയിലെ ഒരുപാട് പെൺകുട്ടികൾ SFIയുടെയും DYFIയുടെയും പ്രവർത്തകന്മാർ നേതാക്കളായിരിക്കും എന്നോട് തന്നെ, ഞങ്ങളെപ്പോലുള്ളവരൊക്കെ അന്ന് പരാതി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളൊക്കെ അന്ന് സാംസ്കാരിക രംഗത്തുണ്ടല്ലോ, ഇടതുപക്ഷത്തുണ്ട്. അപ്പോൾ ഞങ്ങളോടൊക്കെ പറഞ്ഞിരുന്നത്, പക്ഷേ കമ്മിറ്റിക്ക് പോകാൻ വയ്യ ഈ ബോറിൻ്റെ പെരുമാറ്റം കൊണ്ടുവന്ന. അപ്പോൾ അതെല്ലാവരും ഉണ്ടെന്ന് അത്ര. എവിടെ പോയി നമ്മൾ സിന്ധു ജോയിക്ക് എന്താ പറ്റിയത്? അപ്പോൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഇവർ ഈ പറയുന്നതിൽ നമ്മളിപ്പോൾ അങ്ങനെ ആഘോഷിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ കോൺഗ്രസിനകത്തൊരു അടി കിട്ടിയപ്പോൾ അത് ആഘോഷിക്കുന്നുണ്ടല്ലോ ഇടതുപക്ഷത്തിന്. ഇടതുപക്ഷത്തെ ചൂണ്ടി തന്നെയല്ലേ പറയുന്നത്. അപ്പുറത്ത് നോക്കൂ, എത്ര സ്ത്രീപീഡന കേസ് വന്നു, ആരെങ്കിലും പിടിക്കപ്പെട്ടോ? അപ്പോൾ ഇവനെ ഇത്രയും കാലം ഇങ്ങനെ സ്വഭാവദൂഷ്യത്തോടു കൂടി വളർത്തിയതിൽ CPM-നും പങ്കില്ലേ? ഉണ്ടെന്ന് വേണം പറയാൻ. ഇത് മൊത്തത്തിൽ കേരളത്തിൻ്റെ ഒരു കൾച്ചറാണ്. ഇതിലെല്ലാം പറയും. ഇനിയിപ്പോൾ ആരാ ഭേദം? സന്ദീപ് വാര്യർക്കെതിരായി BJPക്കകത്തൊരു ഗ്രൂപ്പ് ഉണ്ടായി വന്നപ്പോൾ ഓർമ്മയുണ്ടോ? സന്ദീപ് വാര്യർക്കെതിരെ തൃശ്ശൂരിലെ പെൺകുട്ടിയുമായിട്ടുള്ള ബന്ധം ഉള്ളതായിരിക്കാം. ഉള്ളതാണെങ്കിൽ തന്നെ ആ ബന്ധം രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ പാടുണ്ടോ? ഈ ചോദ്യം പ്രസക്തമല്ലേ? ഈ ചോദ്യം രാഹുൽ ചോദിച്ച ചോദ്യം പ്രസക്തമല്ലേ? സന്ദീപ് വാര്യർക്കെതിരായി ഏതെങ്കിലും പെണ്ണ് ഭൂമിയിൽ പരാതി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പക്ഷെ അത് പൊക്കിക്കൊണ്ടുവരുന്ന ആരാ? പാർട്ടിക്കകത്തുള്ളവർ തന്നെ. അതൊന്ന്. മുസ്ലിം ലീഗിനകത്ത് ഏറ്റവും വലിയ കേസായിരുന്നില്ലേ കോഴിക്കോട് ഐസ്ക്രീം കേസ്? ഐസ്ക്രീം പെൺവാണിപ്പം എന്താ കേസ്? കോഴിക്കോട്ടങ്ങാടിയിൽ സ്റ്റാർ വേശ്യകളായി പ്രവർത്തിക്കുന്നവരും അതിൻ്റെ ശ്രീദേവി എന്ന് പറയുന്ന ഒരു ഏജൻറ്റും അവരുടെ കീഴിൽ ഈ ആവശ്യക്കാർക്ക് വേണ്ടി എല്ലാ ദിവസവും ഇത്തരം സർവീസിന് പോകുന്ന പെൺകുട്ടികളും അവർക്ക് അന്ന് മാർക്കറ്റിൽ കൊടുക്കുന്നതിനേക്കാൾ വലിയ വില കൊടുത്തിട്ടാണ് ഇയാൾ അനുഭവിച്ചത്. അതിലെവിടെ രാഷ്ട്രീയം? ആരെങ്കിലും പരാതിപ്പെട്ടിട്ടുണ്ടോ? അന്ന് വാർത്താമാധ്യമങ്ങൾ പൊക്കിക്കൊണ്ടുവന്നു. പിന്നെ അത് വാർത്തയാവുന്നത് എപ്പോഴാണ്? കോടതിയെ വിലക്കെടുക്കാനും കേസ് തേച്ചു മാച്ച് കളയാനും ഒക്കെ ശ്രമിക്കുമ്പോഴാണ്. അപ്പോൾ വാർത്തയാണ്. അതിനപ്പുറം എന്താ വാർത്ത? അതുകൊണ്ട് ഈ വിഷുവിൽ എനിക്ക് തോന്നുന്ന ഒന്നാമത്തെ കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിനല്ല യഥാർത്ഥത്തിൽ ഇതുകൊണ്ടുള്ള നഷ്ടം. ഒരു യുവ നേതാവ് തീർച്ചയായിട്ടും അയാളുടെ ഭാവി, അത് അങ്ങനെ രാഷ്ട്രീയത്തിൽ പലപ്പോഴും അവനവൻ്റെ നിർഭാഗ്യം കൊണ്ടും അവനവൻ്റെ കയ്യിരിപ്പ് കൊണ്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏറ്റവും അടുത്ത് വിശ്വസിച്ചവരെ വഞ്ചിക്കുമ്പോൾ ഇതിൽ ഏറ്റവും വലിയ കേസ് അതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ കുട്ടിയുടെ അമ്മയാണെന്ന് പറഞ്ഞല്ലോ, അമ്മയാണെന്ന് പറഞ്ഞൊരു വോയിസ് ക്ലിപ്പ് വന്നില്ലേ? ഇവൻ്റെ ശാപം അതായിരിക്കും, ഒരു പെൺകുട്ടിയുടെ ശാപം. ആലോചിച്ച് നോക്കൂ, വിശ്വസിച്ചിട്ടാണല്ലോ ഇവൻ്റെ കൂടെ കിടക്കാൻ പോകുന്നത്. എന്നിട്ട് അതിലുണ്ടാകുന്ന കുഞ്ഞിൻ്റെ അച്ഛനാരെന്ന് നീ ആരോട് നീ എന്ത് പറയൂടി എന്നൊക്കെ ചോദിക്കുന്നൊരു വെല്ലുവിളി ഉണ്ട്. ഞാൻ ഏറ്റെടുക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതെ, ഒരു പെൺകുട്ടിക്ക് നേരിടാവുന്ന ഏറ്റവും വലിയ അപമാനമല്ലേ അത്? അവളുടെ മനസ്സ് എന്തുമാത്രം നൊന്നിട്ടായിരിക്കും പൊട്ടിത്തെറിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ സ്ത്രീയുടെ ഉൾപ്പെടെയുള്ള അറിഞ്ഞവരും അറിയാത്തവരുമായ ഒരുപാട് പെൺകുട്ടികളുടെ ശാപം ഇവനുണ്ടാവാം. അതുകൊണ്ട് അത് അവൻ അനുഭവിക്കട്ടെ. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്ന അവൻ മാത്രമല്ല, UDF കൂടിയാണ്. കടുത്ത ഭരണവിരുദ്ധ വികാരമുള്ളതുകൊണ്ട് ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDFന് അനുകൂലമായ ഒരു കളം കേരളത്തിൽ ഒരുങ്ങി നിൽക്കുന്നുണ്ട്. അതുകൂടിയാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുന്നത് സതീശനും കൂടിയാണ്, VD സതീശനും മറ്റെല്ലാവർക്കും കൂടിയാണ്. വേറൊരു നഷ്ടം കൂടിയുണ്ട്. യൂത്ത് കോൺഗ്രസിനകത്തുള്ള ഒരു പുതിയ നേതൃനിരയുണ്ട്. അവരെ വലിയ പ്രതീക്ഷയോടെ കേരളം കാണുന്നുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന് പുഴുക്കുത്തേറ്റ് എടുത്ത് കളയുമ്പോൾ മറ്റുള്ളവരെയും കൂടി സംശയിക്കുന്ന ഒരു സാഹചര്യം വരും. ഇനി അവർക്ക് അവരുടെ ഇമേജ് തിരിച്ചു പിടിക്കാൻ കുറെ കൂടി കഷ്ടപ്പെടേണ്ടി വരും. ഏറ്റവും ഒടുവിൽ ഒറ്റ കാര്യം കൂടിയുണ്ട്. കേരളത്തിൽ ഈ രാഷ്ട്രീയ സദാചാരം എന്ന് പറയുന്ന ഒരു സാധനം പുനർനിർവചിക്കേണ്ടതുണ്ട്.
ഓരോ രാഷ്ട്രീയ പ്രവർത്തകനും ഓരോ സാംസ്കാരിക പ്രവർത്തകനും രണ്ട് ജീവിതമുണ്ട്. ഒന്ന് പൊതുജീവിതവും സ്വകാര്യ ജീവിതവും. പൊതുജീവിതത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാവുകയും പൊതുജീവിതത്തിൽ ആരെങ്കിലും പരാതിക്കാരുണ്ടാവുകയും എന്നെ അഴിമതി നടത്തി, എൻ്റെ മുതൽ മോഷ്ടിച്ചു, എന്നെ ആക്രമിച്ചു, എന്നെ കേസിൽ കുടുക്കി, അത്തരത്തിലുള്ള ആരോപണങ്ങളുമായി ആരെങ്കിലും വന്നാൽ അതാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ വിചാരണ ചെയ്യാനുള്ള പൊതുപ്രശ്നം. അവൻ്റെ പൊതുജീവിതം കഴിഞ്ഞിട്ട് വൈകുന്നേരം അവൻ ഏതെങ്കിലും സ്റ്റാർ ഹോട്ടലിൽ കിടന്നുറങ്ങി ആരെങ്കിലുമൊക്കെ വിളിച്ചു വരുത്തി കൂടെ കിടത്തി, ഇതൊക്കെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഇഷ്യൂ ആണ്. അത് നിയമപ്രശ്നം പോലും അല്ല. അങ്ങനെ ഒരു കാലത്ത് രാഷ്ട്രീയ നേതൃത്വം പുതിയൊരു കൾച്ചർ രൂപപ്പെടുത്തേണ്ടതുണ്ട്. മനുഷ്യൻ്റെ സ്വകാര്യ ജീവിതത്തിൽ ഒളിഞ്ഞു നോക്കിയിട്ട് അവനെ പ്രതിയാക്കി അവനെ കുറ്റപ്പെടുത്തുന്ന ഒരു കൾച്ചർ എല്ലാ പാർട്ടികളും മാറ്റിപ്പണിയേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ രക്ഷപ്പെടില്ല. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, ഇത്തരം പരാതികൾ പാർട്ടിക്കകത്ത് വന്നാൽ പാർട്ടി ഒരു രീതിശാസ്ത്രം, ഒരു പെരുമാറ്റച്ചട്ടം രൂപീകരിക്കണം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്വഭാവം വെച്ചാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വാർഡ് യൂത്ത് കോൺഗ്രസിൻ്റെ സെക്രട്ടറി ആവാനുള്ള യോഗ്യതയില്ലാത്ത ഒരാളാണ്. എങ്ങനെ ഇത്രത്തോളം എത്തി? ആരൊക്കെ അതിനകത്ത് മൗനം പാലിച്ചു? ആ മൗനം പാലിച്ചവരും കുറ്റക്കാരല്ലേ? തീർച്ചയായിട്ടും. ഇത് ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത വിധം മറുപക്ഷത്ത് മറുചേരിയിൽ നിൽക്കുന്നവർ കുറ്റക്കാരല്ലേ? എല്ലാവരും ഈ കുളിമുറിയിൽ കുറ്റക്കാരാണ്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല കുറ്റക്കാരൻ, രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല ഇതുകൊണ്ട് അനുഭവിക്കാനും പോകുന്നത്. കേരളത്തിൻ്റെ രാഷ്ട്രീയ സംസ്കാരം വലിയ തോതിൽ അനുഭവിക്കാൻ പോകുന്നു. അത് ഇപ്പോഴെങ്കിലും ഈ ഒരു കാരണം റിനി ആൻ ജോർജ് ഒരു നിമിത്തമായിട്ട് ആ കുട്ടി കാണിച്ചൊരു ധൈര്യം, അതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ. അവളെങ്കിലും ഉന്നയിച്ചത് കൊണ്ടാണല്ലോ ഇപ്പോഴെങ്കിലും ചർച്ചയ്ക്ക് വന്നത്. ഇല്ലെങ്കിൽ ഇപ്പോഴും ഇവൻ്റെ കയ്യിലിരിപ്പ് എന്താണെന്ന് ആളുകൾ അറിയുമോ? ഇനി വേറൊരു കാര്യം കൂടി ഞാൻ കൂട്ടത്തിൽ പറഞ്ഞുതരാം. ഈ ഇടതുപക്ഷത്ത് CPM-നകത്തൊക്കെയുള്ള ഇത്തരം അനുഭവങ്ങളുണ്ടായ പെൺകുട്ടികൾ നേർക്കുനേരെ വന്ന് പരാതിപ്പെടാത്തത് കൊണ്ടല്ലേ ഇപ്പോഴും അവരൊക്കെ ഞെളിഞ്ഞു നടക്കുന്നത്. അപ്പോൾ ഇവള് എല്ലാവർക്കും ഒരു മാതൃകയാണ് ആ കുട്ടിയെ അഭിനന്ദിക്കുക. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീതി അവൻ ഏറ്റുവാങ്ങുക. ഒപ്പം നമ്മുടെ രാഷ്ട്രീയ സംസ്കാരത്തെ ശുദ്ധീകരിക്കാനുള്ള ജാഗ്രത എല്ലാ പാർട്ടികളും ഇന്നു മുതലെങ്കിലും കാണിക്കുക.